Hi friends, SN Creations by Tahi എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു അടിപൊളി നെക്ക് ഡിസൈൻ ചെയ്യാവേ. അപ്പോൾ അതിൻ്റെ പാറ്റേൺ ഞാനിവിടെ ഡ്രോ ചെയ്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇതുപോലെ നമ്മുടെ നെക്കിൻ്റെ പാറ്റേൺ വരുന്നത് കേട്ടോ. നമുക്ക് നെക്ക് എത്രയെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് മാർക്ക് ചെയ്യുക. പിന്നെ ഒരു ചെറിയ ചെറിയ ട്രയാങ്കിൾ പോലെ വരച്ചെടുക്കുക കേട്ടോ. അതിനുള്ളിൽ നമ്മൾ കട്ട് ബീഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫുള്ളും നമ്മൾ ഇതുപോലുള്ള കട്ട് ബീഡാണ് കൊടുക്കുന്നത് കേട്ടോ. ഈ ആൻറ്റിക് ഷെയ്ഡിലുള്ള കട്ട് ബീഡ്സ് മാത്രം വെച്ചിട്ടാണ് ഈ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ കട്ട് ബീഡ്സ് മാത്രമാണ്. പിന്നെ നമുക്ക് മെറ്റീരിയലിൻ്റെ സെയിം കളർ സൂയിങ് ത്രെഡ് വേണം, നീഡിൽ നമ്പർ 12 വേണം. ഇത്രയും മെറ്റീരിയൽസ് വെച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണ്. അത് മാത്രമല്ല, നമ്മൾ ഫസ്റ്റ് ലൈൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് ലൈൻ കട്ട് ബീഡ് കൊടുക്കുക, ചെറിയ ചെറിയ ട്രയാങ്കിൾ വരയ്ക്കുക, അതിൻ്റെ ഉള്ളിൽ കട്ട് ബീഡ് ഫില്ല് ചെയ്യുക. പിന്നെ ഒരു 2, 2.5 അല്ലെങ്കിൽ 3 ഇഞ്ച് ലെങ്ത് നമ്മൾ മാർക്ക് ചെയ്യുക. തൊട്ട് താഴെ അതുപോലെ ഒരു ലൈൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ കട്ട് ബീഡ് കൊടുക്കുക. സെയിം അതേ പ്രോസസ്സ് തന്നെയാണ്. ചെറിയ ട്രയാങ്കിൾ പോലെ ചെയ്തെടുക്കുക, അതിൻ്റെ ഉള്ളിൽ കട്ട് ബീഡ് കോർക്കുക. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ മെറ്റീരിയലിലും ഡ്രോ ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് മനസ്സിലാവാനായിട്ടാണ് വരച്ച് കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. എന്താ മെറ്റീരിയൽ ഞാൻ അതുപോലെ തന്നെ ഡ്രോ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെക്ക് ലൈൻ മാർക്ക് ചെയ്യുക. ഫസ്റ്റ് നമുക്ക് ഈ മാർക്ക് ചെയ്ത ലൈനിലൂടെ തന്നെ നമുക്ക് കട്ട് ബീഡ് കൊടുത്ത് പോവാം. ഞാൻ ബാക്ക് സ്റ്റിച്ചാണ് കൊടുത്ത് പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് നമുക്ക് ഫസ്റ്റ് ലൈൻ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ട്രയാങ്കിൾ ഇല്ലേ, അത് അവിടെ നമുക്ക് 5 കട്ട് ബീഡ് വീതം ഓപ്പോസിറ്റ് സൈഡായിട്ട് വെക്കുന്നത് കേട്ടോ. ഒരു ട്രയാങ്കിൾ പോലെ ചെയ്തെടുക്കുക. ഇതുപോലെ കട്ട് ബീഡ് ഫില്ല് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ നമ്മുടെ എല്ലാ ട്രയാങ്കിളും ഇതുപോലെ തന്നെ ചെയ്തു പോരണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ 3 ട്രയാങ്കിളും അതിനുള്ളിൽ കട്ട് ബീഡും ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്പ്രെഡിങ് കൊടുക്കാവേ. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ട്രയാങ്കിൾസും ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ പറഞ്ഞല്ലോ ഒരു 2.5-3 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ടെന്ന്, അവിടെ നമുക്കിതുപോലെ കട്ട് ബീഡ്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി ഹെവി ആയിട്ടൊന്നും വേണ്ട, അത്യാവശ്യം നല്ല ഗ്യാപ്പ് കൊടുത്ത് തന്നെയാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഞാൻ വീഡിയോ ഫുള്ള് കാണിക്കുന്നില്ല, ഞാൻ ആ പാറ്റേൺ കറക്റ്റായിട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം കേട്ടോ. ഒത്തിരി ലെങ്ത് ആയി പോകും, അതുകൊണ്ടാണ് ഞാൻ പാറ്റേൺ മാത്രം കാണിച്ചു തരുന്നത്. ഇതുപോലെ ഫുള്ളും ഫില്ല് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ താഴത്തെ ലൈനും അതുപോലെ തന്നെ ചെയ്തു പോരുക. നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇതുപോലെ വരുന്നത് കേട്ടോ. നല്ലൊരു ഈസി വർക്കാണ്, ബിഗിനേഴ്സിന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു വർക്കാണ്. വെറും കട്ട് ബീഡ്സ് മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.